ഭൗമരാഷ്ട്രീയത്തിൽ മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു നിർണായക സന്ധിയിലാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ഈ ആഴ്ച ഒപ്പുവെക്കാൻ പോകുന്ന താൽക്കാലിക ധാരണാപത്രം മേഖലയിലെ യുദ്ധത്തിന് ഒരു ശാശ്വത പരിഹാരമാകുന്നില്ല. പകരം ചർച്ചകൾക്കായി വെറും 60 ദിവസത്തെ സാവകാശം മാത്രമാണ് ഇത് നൽകുന്നത്. ഈ താൽക്കാലിക വെടിനിർത്തൽ ഒരേ സമയം സമാധാന പ്രതീക്ഷകൾ നൽകുന്നുണ്ട് എങ്കിലും ഗൾഫ് രാജ്യങ്ങളെ കടുത്ത ആശങ്കകളിലേക്കും സുരക്ഷിതത്വമില്ലായ്മയിലേക്കും തള്ളിവിട്ടിരിക്കുകയാണ്. തങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത എന്നാൽ തങ്ങളുടെ മണ്ണിൽ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ച ഒരു യുദ്ധത്തിന് ശേഷം വരുന്ന ഈ US-ഇറാൻ കരാർ തങ്ങളെ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് ആക്കുമോ എന്നാണ് ഗൾഫ് ഭരണാധികാരികൾ ഭയപ്പെടുന്നത്. ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങളുടെ ഭീഷണികളും മിസൈൽ ആക്രമണങ്ങളും ഇപ്പോഴും നിലനിൽക്കെ തങ്ങളുടെ പ്രധാന സഖ്യകക്ഷിയായിട്ടുള്ള അമേരിക്കയുടെ നിലപാടുകളിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിലാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഈ പുതിയ രാഷ്ട്രീയ സമവാക്യം എന്തുകൊണ്ടാണ് ഗൾഫ് മേഖലയ്ക്ക് ഭീഷണിയാകുന്നത് എന്നും അമേരിക്കയുടെ പെട്ടെന്നുള്ള പിൻവാങ്ങൽ അറബ് ലോകത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നും ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഇറാൻ ഉയർത്തുന്ന സൈനിക ഭീഷണികളെക്കാൾ ഗൾഫ് രാജ്യങ്ങളെ അസ്വസ്ഥമാക്കുന്നത് ദശാബ്ദങ്ങളായി തങ്ങൾക്ക് സുരക്ഷയൊരുക്കിയിട്ടുള്ള അമേരിക്കയുടെ മാറിയ താൽപര്യങ്ങളാണ്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാൻ കാണിക്കുന്ന ധൃതി തങ്ങളെ ഇറാൻ എന്ന കരുത്തനായ അയൽക്കാരന് മുന്നിൽ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കുന്നതിന് തുല്യമാണ് എന്ന് അവർ കരുതുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പുതിയ ചർച്ചകളിൽ ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാന സുരക്ഷാ ആവശ്യങ്ങൾ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു എന്നതാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാൻ വികസിപ്പിച്ചെടുത്തിട്ടുള്ള അത്യാധുനിക മിസൈലുകൾ, ഡ്രോൺ സാങ്കേതിക വിദ്യ, മേഖലയിലുടനീളം പടർന്നു പന്തലിച്ചു കിടക്കുന്ന അവരുടെ പ്രോക്സി സായുധ ശൃംഖലകൾ എന്നിവയെക്കുറിച്ച് ഈ ധാരണാപത്രത്തിൽ വ്യക്തമായ പരാമർശങ്ങളൊന്നുമില്ല. 2015 ആണവ കരാറിൽ നിന്നും ട്രംപ് ഏകപക്ഷീയമായി പിന്മാറിയപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ അതിനെ പൂർണ്ണമായി പിന്തുണച്ചിരുന്നു. അന്നത്തെ കരാറിൽ തങ്ങളുടെ പങ്കാളിത്തമില്ലായിരുന്നു എന്നും ഇറാന്റെ മിസൈൽ പ്രോഗ്രാമുകളെ നിയന്ത്രിക്കാത്തതുമായിരുന്നു അതിനുള്ള പ്രധാന കാരണം. എന്നാൽ പുതിയ കരാറിലേക്ക് വരുമ്പോൾ ഇതേ ആശങ്കകൾ വീണ്ടും അവഗണിക്കപ്പെട്ടിരിക്കുന്നു. ഈ താൽക്കാലിക കരാർ പ്രകാരം തങ്ങൾ നേരിട്ട യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്ന് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിയുന്നു. മിഡിൽ ഈസ്റ്റിലെ വിവിധ രാജ്യങ്ങളിൽ സജീവമായിട്ടുള്ള ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾക്ക് ഈ കരാർ ഒരു തരത്തിൽ പ്രതിരോധ പ്രതിരൂപം നൽകുന്നുണ്ട്. ലബനൻ ഉൾപ്പെടെയുള്ള മേഖലകളിലെ വെടിനിർത്തലുമായി ഈ കരാറിനെ ബന്ധിപ്പിക്കുന്നതിലൂടെ ഇറാൻ പ്രോക്സികൾക്കെതിരെയുള്ള ഇസ്രയേലിന്റെയോ അല്ലെങ്കിൽ അതത് രാജ്യങ്ങളിലെ ദേശീയ സർക്കാരുകളുടെയോ സൈനിക നടപടികൾക്ക് തടസ്സം നേരിടാം. ഇത് ഭാവിയിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്താൻ ഈ ഗ്രൂപ്പുകൾക്ക് ധൈര്യം നൽകും. ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക മാതൃകയുടെ ജീവനാഡിയാണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിന്റെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന ഈ ജലപാത ഇറാൻ ഉപരോധിച്ചപ്പോൾ അത് ഗൾഫ് സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിലാക്കിയിരുന്നു. പുതിയ കരാറിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇറാൻ സമ്മതിച്ചിട്ടുണ്ട് എന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം നൽകുന്ന കാര്യമാണ്. എന്നാൽ ഈ ഉപരോധം യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ ഒന്നാണ് എന്ന കാര്യം മറക്കാനാവില്ല. യുദ്ധം പൂർണ്ണമായി അവസാനിക്കത്തിടത്തോളം കാലം ഈ ജലപാതയുടെ സുരക്ഷ എപ്പോഴും ഭീഷണിയിലായിരിക്കും. ഈ താൽക്കാലിക വെടിനിർത്തൽ നൽകുന്ന 60 ദിവസത്തെ അനിശ്ചിതാവസ്ഥ ബിസിനസ് മേഖലയ്ക്ക് ഒട്ടും അനുയോജ്യമല്ല. ദീർഘകാല നിക്ഷേപങ്ങൾക്കും സാമ്പത്തിക പദ്ധതികൾക്കും സ്ഥിരതയാർന്ന അന്തരീക്ഷമാണ് ആവശ്യം. പെട്ടെന്നൊരു ദിവസം യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്ന ഭീതി നിലനിൽക്കുമ്പോൾ അന്താരാഷ്ട്ര നിക്ഷേപകർ ഗൾഫ് വിപണിയിൽ നിന്നും പിന്തിരിയാൻ സാധ്യതയുണ്ട്. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഈ സാഹചര്യം കനത്ത തിരിച്ചടിയാണ്. അമേരിക്കയുടെ സുരക്ഷാ ഗ്യാരണ്ടിയിൽ ഇനി പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല എന്ന ബോധ്യം ഗൾഫ് രാജ്യങ്ങളെ സ്വന്തം നിലയിൽ പുതിയ നയതന്ത്ര ചാനലുകൾ തുറക്കാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. മേഖലയിലെ പ്രമുഖ ശക്തിയായ യുണൈറ്റഡ് അറബ് എമിറേറ്റ് അടുത്തിടെ ഇറാന്റെ കാര്യത്തിൽ കടുത്ത നിലപാടുകളിൽ നിന്നും മാറി മൃദു സമീപനം സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. യുദ്ധത്തിന്റെ കടുത്ത ഘട്ടത്തിൽ ഇറാനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിരുന്ന UAE ഇപ്പോൾ നയതന്ത്രപരമായ ഒത്തുതീർപ്പുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്.
ആക്രമണങ്ങൾ ഒഴിവാക്കാൻ ഇറാനുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ അവർ പുനരാരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഖത്തറും തങ്ങളുടെ തനതായ നയതന്ത്ര ശൈലിയിലൂടെ ഈ പ്രതിസന്ധിയിൽ സജീവമായി ഇടപെടുന്നുണ്ട്. മേഖലയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന രാജ്യമായിരുന്നിട്ടും ഇറാൻ നിരന്തരമായി ഭീഷണി ഉയർത്തിയപ്പോൾ ചർച്ചകൾക്ക് ഖത്തർ തയ്യാറായിരുന്നില്ല. എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം ഇറാന്റെ മരവിച്ച ഫണ്ടുകൾ വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾക്ക് അവർ ആതിഥേയത്വം വഹിച്ചു. ഈ കരാറിന് പിന്നിൽ ഖത്തറിന്റെ മണിക്കൂറുകൾ നീണ്ട തീവ്രമായ ചർച്ചകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സൗദി അറേബ്യ ആകട്ടെ തങ്ങളുടെ സുരക്ഷ ശക്തമാക്കുന്നതിനായി പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി തുടങ്ങിയിട്ടുള്ള പ്രാദേശിക ശക്തികളുമായി ചേർന്നുള്ള പുതിയൊരു സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ്. ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ഒരേ സമയം ഇറാന്റെ ഭീഷണിക്കും അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദത്തിനും ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് തങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ കെൽപ്പുള്ള ഇറാൻ ഈ യുദ്ധത്തിലൂടെ തങ്ങളുടെ പ്രതിരോധ ശേഷി തെളിയിച്ചിരിക്കുന്നു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങളെ അതിജീവിച്ച ഇറാൻ കൂടുതൽ ആത്മവിശ്വാസത്തിലാണ്. തങ്ങളുടെ ആണവ ചർച്ചകളിൽ അമേരിക്കയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്താൻ ഹോർമൂസ് കടലിടുക്കിനെയും ഗൾഫ് രാജ്യങ്ങളിലെയും ഒരു പണയ വസ്തുവായി ഇറാൻ തുടർന്നും ഉപയോഗിക്കുമെന്ന് വ്യക്തമാണ്. മറുഭാഗത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് രാജ്യങ്ങളുടെ ഈ ഭീതിയെ സ്വന്തം താൽപര്യങ്ങൾക്കായി ചൂഷണം ചെയ്യുകയാണ്. അമേരിക്ക നൽകുന്ന സുരക്ഷയ്ക്ക് പകരമായി ഗൾഫ് രാജ്യങ്ങൾ വൻ തുക നൽകണമെന്നാണ് ട്രംപിന്റെ വാദം. അതായത് തങ്ങളുടെ സുരക്ഷയ്ക്കായി അമേരിക്കയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതിയാണ് ഇരു ശക്തികളും തുടരുന്നത്. അമേരിക്കയുടെ ആഗോള സ്വാധീനത്തിന്റെ പരിമിതികൾ ഈ യുദ്ധത്തോടെ കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. ഈ പുതിയ അന്താരാഷ്ട്ര സാഹചര്യം ഗൾഫ് രാജ്യങ്ങൾക്ക് നൽകുന്ന പാഠം വളരെ വ്യക്തമാണ്. സ്വന്തം സുരക്ഷയ്ക്കായി ഒരു ബാഹ്യശക്തിയെയും അമിതമായി ആശ്രയിക്കുന്നത് അപകടകരമാണ്. വരും ദിവസങ്ങളിൽ ഇറാനുമായി നേരിട്ടുള്ള ചർച്ചകൾ ശക്തമാക്കാനും അതേസമയം തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ സ്വയം പര്യാപ്തമാക്കാനും ഗൾഫ് രാജ്യങ്ങൾ നിർബന്ധിതരാകും. മിഡിൽ ഈസ്റ്റിലെ സമാധാനം എന്നത് അമേരിക്ക എഴുതുന്ന കരാറുകളിലൂടെയല്ല, മറിച്ച് പ്രാദേശിക ശക്തികൾ തമ്മിലുള്ള പരസ്പര ധാരണയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് ഈ പ്രതിസന്ധി അടിവരയിടുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.